ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي المنان. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر. ذلك هو الفوز العظيم. فقد قال رسول الله صلى الله عليه وسلم تداووا عباد الله فإن الله سبحانه لم يضع داء إلا وضع له شفاء. فر من المجذوم كما تفر من الأسد إلى آخر الحديث. شفيعنا رسول الله. പണ്ട് ഇറാഖിലെ ഒരു നഗരത്തിൽ പാവപ്പെട്ടായി വീട്ടിൽ പനിമതി പോലൊരു കാൺകുഞ്ഞു ചേലിൽ. പണ്ട് ഇറാഖിലെ ഒരു നഗരത്തിൽ പാവപ്പെട്ടായി വീട്ടിൽ പനിമതി പോലൊരു കാൺകുഞ്ഞു ചേലിൽ. ചേലോടെ പിറന്നല്ലോ പൊന്നും മോനായി ദേശയിൽ പൊലിവോടെ വളരുന്നു നബി ഇബ്രാഹിം. ഇബ്രാഹിം വളർന്നപ്പോൾ തന്നോട് ചുറ്റും ഇടതടവില്ല ജനം കാട്ടിക്കൂട്ടും ഹിതമില്ല പ്രവർത്തനം കൊണ്ടതിലേക്കും. ഇബ്രാഹിം വളർന്നപ്പോൾ തന്നോട് ചുറ്റും ഇടതടവില്ല ജനം കാട്ടിക്കൂട്ടും ഹിതമില്ല പ്രവർത്തനം കണ്ടതിലേക്കും. ഏറ്റവും വ്യസനത്തിൽ കൽബിംബങ്ങൾ തല്ലിയുടയ്ക്കുന്നേ. എല്ലാം ഇത് കൊടിയൊരു ശിർക്കാണെന്ന് നബി ചൊല്ലുന്നേ. ഇറയോണ്ട് ഒരു പിടി പരീക്ഷണം ജയിച്ചുള്ളോരേ. ഇബ്രാഹിം സലാമത്തിലണഞ്ഞുള്ള നബി ഇബ്രാഹിം. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ,
അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമായ ദിവസത്തിൽ നമ്മോട് ഒരുമിച്ചുകൂടി ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളെല്ലാം ഈ ദിവസത്തിന്റെയും മാസത്തിന്റെയും എല്ലാം ബർക്കത്ത് കൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരും അല്ലാഹുവേ നിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണം റഹ്മാനേ. പ്രിയമുള്ളവരെ, മഴയും സാഹചര്യങ്ങളുമെല്ലാം മറ്റു പലയിടങ്ങളിലും നല്ല ഭീതി നിറയ്ക്കുന്നുണ്ട്. കടൽ തീരങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം കടൽ വളരെ ക്ഷോഭത്തിലാണ്. അല്ലാഹു തആല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടെല്ലാം നമ്മെ കാക്കുമാറാവട്ടെ. പല നാടുകളിലും വെള്ളമെല്ലാം പൊങ്ങി. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ അവധിയാണ്. നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ വീടുകളിൽ തോടുകളിലും പാറമടകളിലും കനാലുകളിലും പോകുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ തൊട്ടും അല്ലാഹു കാക്കുമാറാവട്ടെ. ഇപ്പൊ കുട്ടികളിൽ കൂടി വരുന്ന ഒരു പ്രവണതയാണ് ആത്മഹത്യ. എത്ര പറയാതിരിക്കാൻ നോക്കിയാലും പറ്റാത്ത ഒരു കാര്യമാണ് ആത്മഹത്യ. കൊച്ചു കുട്ടികളിൽ 9, 8, 10 വയസ്സായ 3, 4, 5 പഠിക്കുന്ന കൊച്ചു കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ആത്മഹത്യ. ചെറിയ മനസ്സിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മാനസികമായതോ ബുദ്ധിപരമായതോ ശാരീരികമായതോ പീഡനങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഓവറായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇനി ഞാൻ എന്തിനീ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള ചിന്ത കൊച്ചു പ്രായത്തിലെ അവരുടെ ഉള്ളിലേക്ക് വരും. ഇക്കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂരിനടുത്ത് 9-10 വയസ്സിന്റെ 10ൽ പഠിക്കുന്ന ഒരു പൊന്നുമോൻ ജ്യേഷ്ഠനും അനിയനും വീട്ടിൽ വഴക്ക് കൂടിയതിന്റെ പേരിൽ ഉമ്മ വഴക്ക് പറഞ്ഞ കാരണമാണ് അത്ര ജനലിൽ കഴുത്താണ് ഷാളിട്ട് കഴുത്തിൽ തൂങ്ങി അവൻ മരണപ്പെട്ടുപോയി. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 25-ന്റെയും 18-ന്റെയും 10-ന്റെയും ഒക്കെ ഇടയിലുള്ള അതിന്റെ താഴെയുള്ള പിഞ്ചോമന മക്കൾ അവരുടെ ജീവൻ കളയുന്നതാണ്. ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു പാതകമാണ് സ്വയം ആത്മഹത്യ ചെയ്യല്. ഒരിക്കലും ഇസ്ലാം ഒരു നിലക്കും ഒരു അണുമണി തൂക്കം പോലും പ്രോത്സാഹനം ചെയ്യാത്ത ഒന്നാണ് ആത്മഹത്യ. സ്വന്തം ശരീരത്തോട് അക്രമം കാണിക്കൽ ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം നിർബന്ധമാക്കിയ യുദ്ധത്തിന് പോകുന്നു. സ്വർഗ്ഗം നിർബന്ധമാക്കിയ യുദ്ധത്തിന് പോകുമ്പോൾ തന്റെ മുന്നിൽ വരുന്ന മുഴുവൻ ശത്രുക്കളെയും നിഷ്ഠൂരമായി കൊന്നുകൊണ്ട് മുന്നേറുന്ന ശത്രു എന്താണ് സഹാബിയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുവ ഫിന്നാർ ശഫീഉനാ റസൂലുള്ളാഹി. ഹുനൈൻ യുദ്ധത്തിന്റെ വേളയിലാണ് പറഞ്ഞത്. സഹാബികൾ നോക്കി നിൽക്കുമ്പോൾ സഹാബികളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബിയാണ് ധീരനായി മുന്നേറുകയാണ്. ശത്രു തന്റെ മുന്നിൽ വന്നാൽ അവന്റെ തലരിഞ്ഞുകൊണ്ടാണ് ആ സഹാബി മുന്നേറുന്നത്. അവനെ ചൂണ്ടിക്കാട്ടി നബി പറഞ്ഞു, ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. എന്താണ് നബിയേ, ഒരു സഹാബിയെ കുറിച്ചല്ലേ അങ്ങ് പറഞ്ഞത്? ഇസ്ലാമിൽ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്ത യുദ്ധത്തിലല്ലേ ആ സഹാബി യുദ്ധം ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാണ് നബിയേ ആ സഹാബി നരകത്തിന് അവകാശിയാകുന്നത്? ഹുനൈൻ യുദ്ധത്തിന്റെ അവസാനത്തിലതാ ഒരുപാട് ശത്രുക്കളെ കൊന്നു മുന്നേറിയ ഈ സഹാബിയുടെ കഴുത്തിൽ ശത്രുവിന്റെ അസ്ത്രമേൽക്കുകയാണ്.
പാതിരാത്രി സമയമായപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ വേദന എന്താണ് തിന്ന് വേദന സഹിക്കാൻ പറ്റാതായപ്പോൾ തന്റെ സ്വന്തം മുറയിൽ കിടന്ന വാളൂരിക്കൊണ്ട് തൂങ്ങിക്കിടന്ന കഴുത്ത് മുറിച്ചു കളഞ്ഞു. ഈ കാരണം കൊണ്ട് ആ സഹാബി നരകത്തിലാണ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വർഗ്ഗം വാഗ്ദാനം ചെയ്ത യുദ്ധത്തിന് പോവാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിൽ കണ്ട് ബൈഅത്ത് ചെയ്ത സഹാബിയാണ്. സ്ഥലമാണെങ്കിൽ ഹുനൈനാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ശരീരത്തിന്റെ വേദന സഹിക്കാതെ തന്റെ ഉറയിൽ കിടന്ന വാളൂരി തൂങ്ങിക്കിടന്ന കഴുത്തിന്റെ ബാക്കിയുള്ള തൊലി കൂടി മുറിച്ചു കളഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോകാനുള്ള കാരണം സ്വന്തം ഉറയിൽ കിടന്ന വാളുകൊണ്ട് വേദന സഹിക്കാൻ പറ്റാതെ മുറിച്ചു കളഞ്ഞ കാരണം കൊണ്ടാണ് അവൻ നരകത്തിന്റെ അവകാശിയായത്. ശഫീഉനാ റസൂലുള്ളാഹി. സഹാബിയാണെങ്കിൽ പോലും വേദന കൊണ്ടാണ് ഇസ്ലാമിന് വേണ്ടി വെട്ടേറ്റതാണ്. ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചപ്പോഴാണെന്ന് ഓർക്കണം. എന്നാലും ആ സഹാബി ചെയ്തത് അക്രമം തന്നെയാണ്. ശരീരത്തോട് അക്രമം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അതുകൊണ്ട് ശരീരത്തിൽ ഒരു മുള്ളു കൊത്തിയാലോ ഒരു മുള്ളു തറഞ്ഞാലോ അത് വിശ്വാസിക്കെന്താണ് ഖൈറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ ദുരന്തത്തിലൊക്കെ മരണപ്പെടുന്ന ആൾക്ക് ഷഹീദിന്റെ കൂലി അല്ലാഹു കൊടുക്കുന്നത്. വയനാട് വെള്ളമാണ് ഉരുൾപൊട്ടിയപ്പോൾ ഇപ്പോഴും കിട്ടാത്ത ശവശരീരങ്ങളുണ്ട്, മൃതദേഹങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ദുരന്തത്തിൽ ഒരു വിശ്വാസി മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ദുരന്തത്തിൽ മരണപ്പെട്ടാൽ അവനെന്താണ് ഷഹീദിന്റെ കൂലിയാണ്. ഒരു ആഗ്രഹമുണ്ടായി, എന്താണ് ഒരു കലാപമുണ്ടായി. കലാപത്തിലോ ദുരന്തത്തിലോ എന്തുമാവട്ടെ ദുരന്തത്തിൽ മരണപ്പെടുന്ന ആൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്നത് അല്ലാഹു തആല ഒരു ഓരോ മനുഷ്യ ശരീരങ്ങളെയും അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. സ്വന്തം ശരീരത്തോട് ഒരിക്കലും നമ്മൾ അക്രമം കാണിക്കാൻ പാടില്ല. ദുആ ചെയ്യുന്ന ദുആയിൽ ഒരു സത്യവിശ്വാസി 5 നേരമുള്ള ദുആയിൽ അവൻ പറയേണ്ടതല്ലേ റബ്ബനാ ലലംനാ അൻഫുസനാ. ഞങ്ങളുടെ ശരീരത്തോട് ഞങ്ങൾ അക്രമം കാണിക്കുന്നു. സിഗരറ്റ് വലിച്ചുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നത് അക്രമമാണ്. എത്രയോ പുകയാണ് വലിച്ചവന്റെ ലെൻസ് കേടാക്കുന്ന ആന്തരിക അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പുകവലിയിലൂടെ അവന്റെ ആന്തരിക അവയവങ്ങളുടെ കാലാവധി അവൻ ചുരുക്കുകയല്ലേ. പാൻപരാഗ് വച്ചുകൊണ്ട്, ഹാൻസ് വച്ചുകൊണ്ട്, ലഹരികൾ വച്ചുകൊണ്ട്, മദ്യം കുടിച്ചുകൊണ്ട് ശരീരത്തിന് ഇഷ്ടമല്ലാത്ത ഇരട്ടി ഊർജം ഒരേ ദേശം കിട്ടുന്ന എന്തെല്ലാം ലഹരികളുണ്ടോ ഈ ലഹരികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ സ്ഥിരങ്ങളിലുള്ള നിലവിലുള്ള അതിന്റെ ശക്തിയുടെ ഇരട്ടിയാക്കി ശരീരത്തോട് അക്രമം കാണിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറയുന്നു കള്ളെന്ന് പറഞ്ഞാൽ കള്ള കൊടുക്കുന്നവനും അത് വാങ്ങുന്നവനും അത് സപ്ലൈ ചെയ്യുന്നവനും ലഹരി വസ്തുക്കൾ എന്തുമാവട്ടെ കുല്ലു മുസ്കിരിൻ ഹറാം വകുല്ലു ഹറാമിൻ ഫിന്നാർ. ശഫീഉനാ റസൂലുള്ളാഹി. ലഹരിയുള്ള ഏതൊരു വസ്തുവും അത് ഹറാമാണ്. ഹറാമായത് മുഴുവൻ അത് നരകത്തിനാണ്. അതുകൊണ്ട് അത് കൊടുക്കുന്നവനും എത്തിക്കുന്നവനും വാങ്ങുന്നവനും സപ്ലൈ ചെയ്യുന്നവനും ഇടനിലക്കാരനും എല്ലാവർക്കും അതിന്റെ ശിക്ഷ അല്ലാഹു കൊടുക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ. പലിശയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ആക്കിലു റിബ വമുക്കിലു വകാതിബുഹു വശാഹിദുഹു കുല്ലും ഫിന്നാർ.
എഴുതുന്നവനും അതിന് എഴുത്തുകുത്ത് നടത്തുന്നവനും സാക്ഷിയും അതിനുവേണ്ടി പണിയെടുക്കുന്നവനും അതിനുവേണ്ടി സ്ഥലം നോക്കി എല്ലാം എഴുത്തുകുത്ത് നടത്താൻ വരുന്നവനും മുഴുവനും പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ ഹറാമുകളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ വളരെ പ്രധാനമായും അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളിൽ ഇങ്ങനെ ലഹരിയും അതുപോലെ അവൻ കാണുന്ന വിശ്വമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും എല്ലാം തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ അവൻ അതാ ആത്മഹത്യയിൽ മരണപ്പെട്ടു പോകുന്നു, അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. റീൽസുകൾ ചെയ്യുന്നതിന് വേണ്ടി ഓരോരോ ടാസ്കുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കൈയും കാലൊക്കെ പുറത്തേക്ക് ഇട്ടിങ്ങനെ ഓരോരോ റീല് കാണിച്ച് യൂട്യൂബിൽ വലിയ പേരിന് വേണ്ടിയാണ് മരണപ്പെട്ടു പോകുന്നു. ഇലക്ട്രിക് പോസ്റ്റിൽ അവൻ തലയിടിച്ച് തൽക്ഷണം അവൻ മരണപ്പെട്ടു പോകുന്നു. ഒരുപാട് കൊച്ചു കുട്ടികളായിരിക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന പല പ്രവണതകളിലേക്കും അവരുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. ഉപ്പ ഒന്ന് ചീത്ത പറയുമ്പോഴേക്കും മാതാപിതാക്കളൊന്ന് ചീത്ത പറയുമ്പോഴേക്കും അവരുടെ മുഖമൊന്ന് മാറുമ്പോഴേക്കും എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്നുള്ള മനസ്സ് ഇതൊരിക്കലും ശരിയല്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കൊച്ചുമക്കൾക്ക്. സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു തആല പറയുന്നു വഅദല്ലാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിൽ കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളാണ്, സ്വർഗ്ഗങ്ങളാണ്. ഖാലിദീന ഫീഹാ, അവിടെ ആ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ശാശ്വതമാണ്. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്നിൻ വറിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിന് അവരെ കുറിച്ച് ഭയങ്കര തൃപ്തിയാണ്. അക്ബറു ദാലിക വൽ ഫൗസുൽ അളീം, അല്ലാഹുവിന്റെ തൃപ്തി എന്നത് അത് മഹത്തായ വിജയമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം മനുഷ്യരിൽ നന്മ ഉണ്ടായിരിക്കലും അത് നിലനിർത്തലുമാണ്. 18 വർഷം ബോംബെ ട്രെയിൻ സ്ഫോടന കേസിൽ ജയിലിൽ കിടന്ന നിരപരാധികളായ 11 പേരെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടു. 11 പേരെ 18 വർഷം അവരുടെ ജീവിതത്തിൽ 26 വയസ്സുള്ള അൻസാരി എന്ന ഒരു ചെറുപ്പക്കാരൻ മൊബൈൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവന്റെ കടയിൽ എന്താ ടൈമർ സെറ്റ് ചെയ്തു എന്ന കാരണം കൊണ്ട് ആ പയ്യനെയും പിടിച്ച് ജയിലിലിട്ടു. ഇപ്പോൾ അദ്ദേഹം ഇറങ്ങിയപ്പോ പറയുന്നു 18 വർഷം കോടതി എന്താണ് കുറ്റാരോപിതനായി ജയിലിലിട്ട് പുറത്തിറങ്ങി നിരപരാധിയാണെന്ന് 18 വർഷം വേണ്ടി വന്നു തെളിയിക്കാൻ. ആ ചെറുപ്പക്കാരൻ പറയുന്നു എന്റെ ജീവിതം നശിച്ചു, എനിക്കൊരു മൊബൈല് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പോലും അറിയാൻ വയ്യാത്ത വിധം മാനസികമായും ശാരീരികമായും വിഷാദം പിടിപെട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സ് മരവിച്ചു പോയി. നീതിയില്ലെങ്കിൽ കാലത്തിന്റെ കാവ്യനീതി അല്ലാഹു ഇവിടെ നടപ്പാക്കുന്നതാണ്. ഏതൊരു മനുഷ്യനും ഈ ഭൂമി എന്നുള്ളത് അവന്റെ അവകാശമാണ്. ഏതൊരു മനുഷ്യൻ ജനിച്ച മണ്ണ് ഏതാണോ അവിടെ അവന്റെ മൗലിക അവകാശങ്ങളുണ്ട്. നബി തങ്ങൾ പറയുന്നു ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൗലികമായ സമഗ്രമായ പഠനം നടത്തിയ മഹാനായ പണ്ഡിതന്മാരിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. സർവ വിഷയങ്ങളിലും വളരെ ആഴമേറിയ ഗഹനമായ ആധികാരികമായ പഠനം നടത്തിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം. പറയുന്നു ജീവിതമാണ് ദീനിന്റെ ലക്ഷ്യം 5 കാര്യങ്ങളിലാണ്. 5 കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒന്നാമതായി അവിടെ പറയുന്നത് ദീൻ നിങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായത് ദീനാണ്.
ونفسه وعقله ونسله وماله وكل ما يتضمن حفظ هذه الأصول الخمسة فهو مصلحة وكل ما يفوت هذه الأصول فهو مقصد. അടിത്തറ എന്നത് ദീനാണ്. എത്ര വലിയ മനുഷ്യനായാലും ദീൻ അവനിലുണ്ടാവണം. ഒരു പെണ്ണിനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ തുങ്കഹുൽ മർഅത്തുൽ അർബഇ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു പെണ്ണിനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ 4 കാര്യം നീ അവരെ നോക്കണം. തുങ്കഹുൽ മർഅത്തുൽ അർബഇ ലിമാലിഹാ വലിഹസബിഹാ, സമ്പത്തുള്ളവളാണോ, എന്താണ് അടിത്തറയുള്ളവളാണോ, തറവാടുള്ളവളാണോ, മുതലുള്ളവളാണോ, ഭംഗിയുള്ളവളാണോ, എല്ലാം നീ നോക്കണം. അവസാനം പറയുന്നു ഫൽഫർ ബിദാത്തിദ്ദീൻ, വലിയ ഭംഗിയൊന്നുമില്ല, ഒരുപാട് സമ്പത്തൊന്നുമില്ല, മദ്രസയിൽ +2 വരെ പഠിച്ചതാണ്, എന്നാൽ ദീനുള്ള പെണ്ണിനെ കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ആത്മസംതൃപ്തി അടയുക, നിനക്കത് വിജയമാണ്. ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ദീനാണ് ഏറ്റവും പ്രധാനമായത്. രണ്ടാമത് അവിടെ പറയുന്നു അവന്റെ ശരീരമാണ്. ശരീരത്തോട് അക്രമം കാണിച്ചുകൂടാ, മദ്യപാനം അത് ചെയ്തുകൂടാ, പലിശ തിന്നുകൂടാ, ഹറാമുകൾ കഴിച്ചുകൂടാ, ലഹരികൾ സമീപിച്ചുകൂടാ. ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന എന്തെല്ലാം വിപത്തുകളുണ്ടോ ഇവകളൊന്നും തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തോട് കാണിച്ചുകൂടാ. മൂന്നാമത്തത് അവന്റെ ബുദ്ധിയാണ്. മനുഷ്യേതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന ഒരേ ഒരു സംഗതിയാണ് ബുദ്ധിയാണ്. മറ്റു ജീവികൾക്കെല്ലാം ജീവന്താണ്, വായുണ്ട്, രക്തമുണ്ട്, ഫുഡുണ്ട്, കഴിക്കലുണ്ട്, എല്ലാം ഉണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഒരു പശുവാണ് പള്ളിക്കുടിയിൽ കെട്ടിയിരിക്കുന്നതെങ്കിൽ ആ വരുന്ന വഴിയിലാണ് അതിനെ കെട്ടിയതെങ്കിൽ അവിടെ തന്നെ അത് മലമൂത്ര വിസർജനം ചെയ്യോ, അവിടെ തന്നെ അത് ഭക്ഷണം കഴിക്കും. ഒരു മനുഷ്യനാണെങ്കിൽ ചെയ്യൂല, കാരണം അവന്റെ ബുദ്ധി അതിന് അനുവദിക്കില്ല. ഇതാണ് മനുഷ്യനും ജീവികളും തമ്മിലുള്ള വ്യത്യാസം. ഒരു നാൽക്കാലി പശുവാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിന്റെ ഇണയെ കണ്ടാൽ അവിടെ പരസ്യമായി തന്നെ അത് ഭോഗിക്കാൻ ശ്രമിക്കുന്നതാണ്, മലമൂത്ര വിസർജനം നടത്തുന്നതാണ്, ഭക്ഷണം കഴിക്കുന്നതും അവിടെ തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ ബുദ്ധി ഒരിക്കലും അതിനെ അനുവദിക്കില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ദീനാണ്, രണ്ടാമത്തത് അവന്റെ സ്വന്തം ശരീരമാണ്, മൂന്നാമത്തത് അവന്റെ ബുദ്ധിയാണ്. ബുദ്ധിയുള്ള മനുഷ്യന്റെ എന്താണ്, ഒരു ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ്. ഏത് കാര്യം കേട്ടാലും ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷമേ അവൻ സംസാരിക്കുകയുള്ളൂ. വളവളാളിങ്ങനെ സംസാരിക്കുന്നവനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മൻ തമ്മ കലാമുഹു തമ്മ അഖലുഹു, മൻ കല്ല കലാമുഹു തമ്മ അഖലുഹു. ഒരാളുടെ സംസാരം കുറഞ്ഞാൽ മനസ്സിലാക്കിക്കോ തമ്മ അഖലുഹു, അവൻ ബുദ്ധിമാനാണെന്ന്. നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. ബുദ്ധിമാൻ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. മൻ കല്ല കലാമുഹു, ഒരാളുടെ സംസാരം കുറഞ്ഞാൽ തമ്മ അഖലുഹു, അവന്റെ ബുദ്ധി പൂർണ്ണമായി. ശഫീഉനാ റസൂലുള്ളാഹി. മൻ കസുറ കലാമുഹു, ഒരാളുടെ സംസാരം അധികരിച്ചാൽ എന്താ, കസുറ ദംബുഹു, അവന്റെ പാപങ്ങളും അധികരിക്കും. മാത്രമല്ല മൻ കസുറ ദംബുഹു, ഒരാളുടെ പാപങ്ങൾ അധികരിച്ചാൽ, യഥാർത്ഥ ഒരാളുടെ പാപങ്ങൾ അധികരിച്ചാൽ മാത്ത കൽബുഹു, അവന്റെ ഹൃദയം മരിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
പാപങ്ങൾ അധികരിച്ചാൽ ഹൃദയം മരിച്ചുപോയി. ഹൃദയം മരിച്ചുപോയ ഉമ്മാനെ കൊല്ലാനും വാപ്പാനെ കൊല്ലാനും എന്ത് കുറ്റകൃത്യം നടത്താനും അവന് ഒരു മടിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഞ്ചാമത് പറയുന്നു അവിടെ സമ്പത്ത്, ദീൻ, സ്വന്തം ശരീരം, ബുദ്ധി, പിന്നെയോ അവരുടെ തറവാട്, നല്ല സ്വാലിഹായ ഹലാലായ ഭാര്യയിലുണ്ടായ നല്ല ചുണക്കുട്ടികളായ അവന്റെ തറവാട്, അവസാനം പറയുന്നു അവന്റെ സമ്പത്ത്, ഹറാമ് വന്നു ചേരാത്ത നല്ല സമ്പത്ത് കഴിച്ച് മാത്രം ഉണ്ടാകുന്ന കുട്ടികൾ നല്ല ബുദ്ധിമാന്മാരാകും, ആലിമീങ്ങളാകും, പണ്ഡിതന്മാരാകും. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 50,000 രൂപ. മദ്രസയുടെ മുകളിൽ തിരിച്ചതിന് പണിക്കൂലി വാങ്ങിയില്ല. നമ്മുടെ മഹല്ലിൽ 2 ചെറുപ്പക്കാർ പ്രത്യേകമായി അവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ മരണപ്പെട്ട കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഒരു പ്രധാന കാര്യം, ഈ ഞായറാഴ്ച നമ്മുടെ മദ്രസയിൽ PTA മീറ്റിംഗ് ഉണ്ട്. ഷാർപ്പ് 9 മണിക്ക് തന്നെ എല്ലാവരും വരണം. കാരണം മദ്രസയിലെ പിള്ളേരുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് 9 മണി ആ ടൈമിൽ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ വരും. ഇവിടെ കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ് റൂമും അതുപോലെ എല്ലാം നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കാണാനും അഭിപ്രായങ്ങൾ, വിലയേറിയ ഉപദേശങ്ങൾ തരാനൊക്കെ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച 9 മണിക്ക് മദ്രസ വിദ്യാർത്ഥികളുടെ മുഴുവൻ പാരന്റ്സും ഇവിടെ എത്തണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ജുമാ നിസ്കാരം കഴിഞ്ഞ് ആലുവയിലുള്ള ഒരു അധ്യാപകൻ, മദ്രസ അധ്യാപകന് വേണ്ടി സാമ്പത്തിക സഹായമായി അർപ്പിച്ച സുഖമില്ലാതെ വളരെ ബുദ്ധിമുട്ടിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. എല്ലാവരും നല്ല ഒരു തുക സഹോദരന്റെ സഹായത്തിലേക്ക് വേണ്ടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അർഹമറാഹിമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനേ, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിളിച്ചവനെ പള്ളിയിലേക്ക് ആദ്യം ചെയ്തുകൊണ്ട് അവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ കബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ദുനിയാവിൽ വലുതായ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഈ പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക് 50,000 രൂപ സഹോദരൻ തന്നു. സ്വീകരിക്കണേ അല്ലാഹ്. ജാരിയായ സദഖയാക്കണേ അല്ലാഹ്. നീ പാഴാക്കല്ലേ റഹ്മാനേ. അതിലേക്ക് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേ അല്ലാഹ്. പാപങ്ങളാണ്, പാപികളാണ്, സാധുക്കളാണ് റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. എന്തെല്ലാം മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ അതെല്ലാം നീ സഫലീകരിക്കണേ അല്ലാഹ്. ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. മദ്രസയുടെ മുറികൾ തിരിച്ചതിന് പണിക്കൂലി വാങ്ങാതെ സേവനമായി ചെയ്തു നിന്ന 2 ചെറുപ്പക്കാർ മഹല്ലിലുണ്ട്. സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ദീനിലെ മക്കൾ പഠിക്കാൻ വേണ്ടി വരുന്ന ഇടമാണ്. സ്വീകരിക്കണേ റബ്ബേ. എന്തെന്ത് തടസ്സമാണെങ്കിലും നീക്കണേ അല്ലാഹ്. ഏതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ അത് നീ സലാമത്താക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയെ സഹായിച്ച ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. ബക്കറ്റ് പിരിവിൽ പൈസ ഇടുന്നവരെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹ് നീ സ്വീകരിക്കണേ റബ്ബേ.
മക്കൾ ചെയ്യുന്ന സദഖകൾ സ്വീകരിക്കണം അല്ലാഹ്. മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഈ മഹല്ലിൽ ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, സ്വീകരിക്കണേ അല്ലാഹ്. ജീവിത വിഭവങ്ങൾ തന്ന് സഹായിക്കുന്നവരുണ്ട്, സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ പള്ളിയുടെ സ്ഥലത്തിന് വേണ്ടി ആഴ്ചകൾ തോറും വീട് കയറുന്ന കമ്മിറ്റിക്കാരുണ്ട്, പരിപാലകരെ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന് അസ്ഥിവാരമിട്ടവരെ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു കാലത്ത് ഈ നാടിന്റെ നായകന്മാരായിരുന്നു ആ കാരണവന്മാർ ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നു. അവർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അവർ ചെയ്ത നന്മകൾ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റും കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജിനും ഉംറയ്ക്കും പോവാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.